ഹായ് ആൻഡ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീസി ഓംപ്ലേറ്റ് ആണ്. ഞാനല്ല ഉണ്ടാക്കുന്നത്, അഞ്ജിത്താണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഞങ്ങളുടെ ഒരു ലവ് മാരേജാണ്. നീണ്ട 8 വർഷത്തെ പ്രണയത്തിന് ശേഷം, കടുത്ത പ്രണയത്തിന് ശേഷം കല്യാണം കഴിച്ചവരാണ് ഞാൻ അഞ്ജിത്തും. ഒരു കോളേജ് ലവേഴ്സായിരുന്നു. അപ്പോൾ ഭയങ്കര പ്രണയമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അഞ്ജിത്ത് അങ്ങനെ കുക്കൊന്നും ചെയ്യാറില്ല. പക്ഷേ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ സ്പെഷ്യൽ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര അസൂയായിരുന്നു ഇവരുടെ അടുത്ത്. എനിക്കത് കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം അഞ്ജിത്ത് ബിരിയാണി ഉണ്ടാക്കിയപ്പം നമ്മുടെ വീട്ടിലെല്ലാം ഓക്കെ ആയി, കല്യാണം ഒക്കെ ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും ഒരു ദിവസം അഞ്ജിത്ത് വീട്ടിൽ ബിരിയാണി വെച്ചപ്പം അതെനിക്ക് വീട്ടിൽ കൊണ്ട് തന്നായിരുന്നു. അങ്ങനെ കഴിച്ചപ്പം നല്ല അഡാറ് ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഞ്ജിത്ത് ഒരു ദിവസം വീട്ടിൽ ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ കേട്ട സ്ഥിതിക്ക് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതെങ്ങനെയും ഉണ്ടാക്കി കഴിക്കുക. കല്യാണം കഴിഞ്ഞിപ്പോൾ 8 മാസമായി ഗൈസ്. ഒരു സാധനം അല്ല, ഓംപ്ലേറ്റൊക്കെ എനിക്ക് ഉണ്ടാക്കി തരും, അല്ലാണ്ട് ഒരു സാധനം ഈ ചെറുക്കം ഉണ്ടാക്കത്തില്ല. അങ്ങനെ ഞാൻ പിടിച്ച പിടിയാലെ ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പോലും അറിയാതെ സർപ്രൈസായിട്ട് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് കേട്ടോ ഇത്. എന്താ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാമേ. സംഗതി പേര് കൊണ്ട് വലിയ റിച്ചൊക്കെയാണ്, കേട്ടില്ലേ, ചീസി ബ്രെഡ് ഓംപ്ലേറ്റ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇനി എന്താവുമെന്നറിയില്ല. എന്തായാലും നമുക്കിവിടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അഞ്ജിത്ത് തന്നെ 3 ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്ത് 2 മുട്ട വെച്ച്, അതായത് അത് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കാണത്. അപ്പോൾ ഒരാൾക്ക് 2 മുട്ട വെച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഭയങ്കര ദരിദ്രവാസിയാണെന്ന് ചിന്തിക്കരുത്. നമുക്കൊന്നും വേസ്റ്റാക്കുന്ന ഇഷ്ടമല്ല, പ്രത്യേകിച്ച് അഞ്ജിത്തിന്. ഞാൻ പിന്നെയും ഇച്ചിരി പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അഞ്ജിത്ത് അങ്ങനെയല്ല, ഊറ്റി അതിൻ്റെ നീരുൾപ്പെടെ എടുത്തിട്ടാണ് കേട്ടോ മുട്ടത്തോട് ഉൾപ്പെടെ കളയുന്നത്. അപ്പോൾ ഒരാൾക്ക് 2 മുട്ട എന്ന വീതം 3 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മൊത്തം 6 പേരാണുള്ളത്. എന്നാലും ഇരിക്കട്ടെ, 3 ഗ്ലാസ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു. എന്നിട്ട് കുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ സവോള, പിന്നെ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ആവശ്യത്തിനിടുക. അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിടുക. എന്നിട്ട് ഇങ്ങനെ അടി. ഇനി നമ്മളത് ഈ പാനിലാണ് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറേ ചീസുണ്ട് ഗൈസ്, നമുക്ക് 6 മതി. എക്സ്ട്രാ വെച്ചോ. ഓക്കെ, നമ്മൾ 6 പേർക്കുള്ള ചീസി ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. എക്സ്ട്രാ ഒരു ചീസ് അപ്പോൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ല ചൂടാവണം ഗൈസ്. ആ ചൂടിൻ്റെ ആ ഒരു ആവി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ടിങ് ഹിയർ. നമ്മുടെ മുട്ട കലക്കി വെച്ചിരിക്കുന്ന സാധനം അങ്ങോട്ട് എടുത്തിട്ട് ചട്ടിയിലോട്ട് തട്ടുക. നല്ല മുരിഞ്ഞ് വരണം, ആ ഒരു കൺസിസ്റ്റൻസി ആക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി നേരെ ചൂടായി, എണ്ണയും ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പറഞ്ഞ പ്രൊസീജിയറിലോട്ട് അങ്ങോട്ട് കിടന്നാലോ. വ്യാപിച്ചു അതങ്ങ് മൊത്തത്തിലാക്കി കൂടായിരുന്നോ പാനിൽ? പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആശാൻ ബ്രെഡ് എടുത്തിട്ട് ഓംപ്ലേറ്റിൻ്റെ മേളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡുമായി ഓംപ്ലേറ്റുമായി. ഇനി അടുത്ത പ്രൊസീജിയറാണ് മക്കളെ. ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് അടുത്തത് 3rd വൺ, മെയിൻ ഹീറോ, നമ്മുടെ ചീസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. ചീസ് ഇളകുന്നില്ല, മുട്ട റോസ്റ്റായി. അപ്പോൾ നമ്മുടെ ചീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള തവയിൽ നല്ല ചൂടുള്ള ഓംപ്ലേറ്റ്, അതിൻ്റെ മുകളിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന ബ്രെഡ്.
ഇൻ ബിറ്റ്വീൻ നമ്മുടെ ചീസ്. അങ്ങനെ മൂന്നൂടെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചീസ് വെക്കാൻ ഒരിച്ചിരി ലേറ്റ് അതിൻ്റെ കവർ ഇളക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഓംലെറ്റ് ഒരിച്ചിരി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു. അങ്ങനെ അത് കമഴ്ത്തി അടിച്ച് ആശാൻ പണി തുടങ്ങുകയാണ്. ഏതാണ്ട് ഒരു ഓക്കെ ആയിട്ടുണ്ടെന്നാണ്, ഏതാണ്ടൊരു പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പാത്രത്തിലേക്ക് തട്ടി പാത്രമെടുത്തു. നമ്മൾ പറയില്ലേ, വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ അഞ്ജിത്ത്. ഒന്ന് ഷെഫാവാൻ നിന്നാൽ പിന്നെ പക്ക പെർഫെക്ഷനാണ് പുള്ളിയുടെ മെയിൻ. അപ്പോൾ സംഭവം സെറ്റായ സ്ഥിതിക്ക് ഇനി അടുത്തത് ഡെക്കറേഷനല്ല, നമ്മളിനി എങ്ങനെയാണ് നമുക്ക് ബ്രെഡ് ഓംലെറ്റ് അല്ലേ, അപ്പോൾ അതിനെ നമുക്കിനി സാൻഡ്വിച്ച് രൂപത്തിലാക്കാനുള്ള പെർഫെക്ഷൻ നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ചീസൊക്കെ നമുക്ക് നല്ല മെൽറ്റായി ഗൈസ്. നല്ല പിസ്സയിലൊക്കെ ഇരുന്നിങ്ങനെ മെൽറ്റാവുന്ന കണക്ക്. അത് ഇതിൽ ക്ലിയർ അല്ല, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നല്ല നല്ല മെൽറ്റായിട്ട് അതങ്ങ് ജോയിൻ്റായി, കണ്ടില്ലേ? ഓ മൈ ഗോഡ്, എനിക്കതിന് നാക്കിൽ വെള്ളം വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സാൻഡ്വിച്ച് ചീസി ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെഫ് അനിൽജിത്ത് നമ്മുടെ പാനിൽ വെച്ച് തന്നെ അതിനെ രണ്ടാക്കി. എന്നിട്ട് ആ ഒരു ചൂട് തട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ചീസ് നന്നായിട്ടങ്ങ് മെൽറ്റാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ദാണ്ടേ കണ്ടില്ലേ, ഇതിന് ഉന്നം വെക്കുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മ എന്തോ ഹോളിൽ നിന്ന് കഴിച്ചുകൊണ്ട് ടി വി കാണുകയാണ്. അപ്പോൾ അമ്മയുടെ നേരെയാണ് നമ്മുടെ ഈ പ്ലേറ്റ് പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ, നമ്മുടെ ചീസ് നല്ല മെൽറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഹോളിൽ നിന്ന് എന്തോ ചെയ്യുകയാണ്. പുള്ളിക്കാരി ടി വി കണ്ടുകൊണ്ട് രാവിലത്തെ ഉപ്പുമാവ് ഇന്നായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുവന്ന് ആ പ്ലേറ്റ് അമ്മയ്ക്ക് കൊടുത്തു. ഇനി അടുത്ത തേർഡ് പാർട്ട്. ഇനി മൂന്നാമത്തെ സെറ്റ് ഉണ്ടാക്കുകയാണ്. മൂന്നാമത്തെ സെറ്റ് അത് എനിക്കാവാം, അഞ്ജിത്തിനാവാം, ആർക്ക് വേണമാവാം. ഇങ്ങനെ 1, 2, 3, 4 നാലാമത്തെ സാധനമാണ് കേട്ടോ എനിക്ക്. ഇതിനകത്ത് ഞാൻ ഡബിൾ ചീസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഓണിയനോട് നടുക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് റെഡിയായി. ആദ്യം എടുത്തിരുന്ന ഉള്ളിയും കുറച്ച് മുളകും അധികം വന്ന് ഞാനത് ഒരു ചെറിയ മസാല ആക്കിയിട്ടിട്ട് അതിനകത്ത് ചീസ് കൂട്ടിട്ടിട്ട് ബ്രെഡ് കുറച്ചൊന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന കണക്കാക്കിയിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് ഇരിക്കുന്ന ചീസ് അതിനകത്ത് വീണ്ടും വെച്ചിട്ട് അടുത്തൊരു ബ്രെഡ് കൊണ്ട് കവർ ചെയ്ത് നമുക്ക് അതിനൊരു ബ്രെഡ് സാൻഡ്വിച്ച് ആക്കാം കേട്ടോ. കൂടെ മസാല മാത്രമല്ല, അതിനകത്തോട്ട് ഞാൻ വെജിറ്റബിൾസ് ആയിട്ടുള്ള നമ്മുടെ തക്കാളി, കുക്കുംബർ അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വെക്കാൻ സമയം എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് കുറച്ച് മുരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഇനി നമുക്കതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. കടിലി അതൊരു ഇച്ചിരി മരിക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ലാന്ന ടേസ്റ്റ്. ചീസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓംലെറ്റും സാൻഡ്വിച്ചും എല്ലാം നമ്മുടെ ടേബിളിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തർ അഭിപ്രായം കേട്ടാലോ. എങ്ങനെയുണ്ട്?
ഞാനേ വീഡിയോ എടുക്കുന്ന സമയത്ത് അഭിഷേകം കുളിക്കാൻ പോയിരുന്നു. അച്ഛൻ കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കാത്തു നേരത്തെ കഴിച്ചിട്ട് കിടന്നു. എന്തായാലും സംഭവം സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നും പറയില്ല, പക്ഷേ ചീസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ അഞ്ജിത്ത് എൻ്റെ സാൻഡ്വിച്ച് കഴിക്കുകയാണ്. നമ്മൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ലല്ലോ. അപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ താവന്ന് വാങ്ങി നോക്കിയിരിക്കുകയാണ്. ഇനി ഒരാളുണ്ട് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ, എൻ്റെ ലൂണ. ഇപ്പം നമ്മുടെ ലൂക്കയുണ്ട്, തക്കുണ്ട്. തക്കു പിന്നെ ക്ഷമിക്കും, പക്ഷേ ലൂക്ക ഒട്ടും ക്ഷമിക്കില്ല. അവൻ എന്തുണ്ടാക്കിയാലും വേണം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ.